UK സ്റ്റുഡൻറ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിടുന്ന കുറേയധികം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ടുള്ള ഒരു പാറ്റേൺ നോക്കിയാൽ അറിയാം. UK നമ്പർ ഓഫ് ഇൻടേക്സ് അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, സ്റ്റുഡൻറ് വിസയിൽ ഡിപ്പെൻഡൻസിനെ ഇപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഈ റീസെൻ്റ്ലി കെയർ അസിസ്റ്റന്റ്മാരും സീനിയർ കെയർ അസിസ്റ്റന്റ്മാരും ഒക്കെ വരുന്നവർക്ക് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള റൂൾ ഇപ്പം ഈ ഒരു March 11 അമെൻഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കുറേയധികം റെസ്ട്രിക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാര്യമായിട്ട് സ്റ്റുഡൻറ് വിസയെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്കോളർഷിപ്പുകളുടെ അവൈലബിലിറ്റി കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് വരാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഇപ്പോഴും അവൈലബിൾ ആണോ? കാരണം അതർ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 2 years ആയിട്ട് UK അത്രയും അധികം സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, സെറ്റിൽ ആയിട്ടുണ്ട്, വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള നല്ല ജോലി കിട്ടി, അവർക്ക് അവരുടേതായ കരിയറിലേക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കെ ഈ ഒരു വർഷം നമുക്ക് സ്റ്റുഡൻറ് വിസയുടെ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മുടെ കൂടെ ഇന്ന് ജോൺ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കോളർഷിപ്സിന്റെ അവൈലബിലിറ്റി ആണ് കൂടുതലായിട്ടും കൺസേൺഡ് ആയിട്ട് കുട്ടികൾ ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ചോദിച്ചാൽ മതി, പറയാം. സോ നമ്മൾ മെയിനായിട്ട് സ്കോളർഷിപ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കാരണം ഇപ്പോഴും ഒന്നാമത് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് കുറേ പ്രോഗ്രാംസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് അവിടെ ഇവിടെയൊക്കെ കുറേ ന്യൂസും കാര്യങ്ങളും ഒക്കെ ഒരുപാട് യൂട്യൂബ് ചാനൽസിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ പറ്റിയ ഏറ്റവും നല്ലത്. ഓക്കെ, എന്നോട് ജിസ്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് കൂടുതൽ ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം കമന്റ് ബോക്സിലല്ല, ഞാൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് ഇന്ന് ജിസ്ന സൂചിപ്പിച്ചത്. എൻ്റെ പേര് ജോബിൻ ജോൺ എന്നാണ്. അപ്പം നൈസ് ടു മീറ്റ് യു ഓൾ. അപ്പം സ്കോളർഷിപ്പിനകത്തേക്ക് വരുമ്പോഴത്തേക്കും UK ഇപ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികൾ എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും തന്നെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. അത് വന്നവർക്കറിയാം, ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും സ്കോളർഷിപ്പ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അഡ്മിഷൻ പ്രോസസ്സിങ്ങിനകത്ത് സ്കോളർഷിപ്പ് എല്ലാ കുട്ടികൾക്കും അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ഇനിയും വരുന്ന കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത് മിനിമം ഒരു 2000 പൗണ്ടോളം, അതായത് നാട്ടിലെ ഒരു 2 ലക്ഷം രൂപയോളം മിനിമം സ്കോളർഷിപ്പും. അത് മാക്സിമം ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി. ഓരോ യൂണിവേഴ്സിറ്റിക്കും അനുസരിച്ചായിരിക്കും സ്കോളർഷിപ്പുകൾ ഉള്ളത്. അപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഒരു ഓഫർ ലെറ്റർ വരും, അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫർ ലെറ്റർ വരുമ്പം അതിനകത്ത് കൃത്യമായിട്ടും സ്കോളർഷിപ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഡയറക്റ്റ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ത്രൂ ആവാം. അവരെല്ലാവരും തന്നെ കൃത്യമായിട്ട് സ്കോളർഷിപ്പുകളെ കുറിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ അല്ലെങ്കിൽ അവയർനെസ് പറഞ്ഞു തരും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പറഞ്ഞു തരാൻ പോകുന്ന ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള, അതായത് കംപ്ലീറ്റ്ലി ട്യൂഷൻ ഫീസ് അടക്കം എല്ലാ ഫീസുകളും ഫുള്ളി സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഒത്തിരി ബോറടിപ്പിക്കാതെ ഇൻഫർമേഷൻ ഞാൻ വളരെ ചുരുക്കി പറയാം. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ സ്കോളർഷിപ്പ് അവൈലബിൾ ആയിട്ട് നിൽക്കുന്നത് ഡിഗ്രി കഴിഞ്ഞ ശേഷം PG പഠിക്കാൻ, മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതിനകത്ത് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രിട്ടീഷ് കൗൺസിൽ സ്കോളർഷിപ്പ് ഫോർ വുമൺ ഇൻ STEM, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ്. അപ്പം ഈ സബ്ജക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി. ഇപ്പം UK കുറച്ച് അധികം യൂണിവേഴ്സിറ്റീസ് ഇങ്ങനൊരു പ്രോഗ്രാം ഓഫർ ചെയ്തേക്കുന്നത്, അതായത് ഇങ്ങനെ സ്കോളർഷിപ്പ് ഓഫർ ചെയ്തേക്കുന്നത്. ഈ സ്കോളർഷിപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 100% ഫുള്ളി ഫണ്ടഡ് ആണെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഞാനത് ജിസ്നയോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഈ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി എല്ലാ യൂണിവേഴ്സിറ്റീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി ആയിട്ട് അപ്രോച്ച് ചെയ്യും. ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും യൂണിവേഴ്സിറ്റീസിനകത്ത് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം സ്കോളർഷിപ്പ് മാത്രമാണോ സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ ട്യൂഷൻ ഫീസ് മാത്രമാണെന്ന് ചോദിച്ചാൽ അല്ല. ട്യൂഷൻ ഫീസ് കൂടാതെ നിങ്ങൾക്ക് വിസ ഫീസ് ഉണ്ട്, വിസയുടെ ആപ്ലിക്കേഷൻ അടങ്ങുന്ന ആ ഒരു പർട്ടിക്കുലർ ഫീസ് നിങ്ങൾക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് IELTS പോലുള്ള എക്സാംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചില യൂണിവേഴ്സിറ്റീസ് മാൻഡേറ്ററി ആയിട്ടും IELTS വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ IELTS അങ്ങനെ പറഞ്ഞേക്കുന്ന അതിനുവേണ്ടി
പ്രിപ്പയർ ആയിട്ട് അതിന്റെ കോസ്റ്റ് നമുക്ക് തിരിച്ചു തരും. പിന്നെ ഉള്ളത് ട്രാവലിന് വേണ്ടി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതും യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന കുറച്ച് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ശരിക്കും ഈ ഒരു 2 അല്ലെങ്കിൽ 3 മാസത്തേക്കാണ്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് മാർച്ചാണ്. ഈ മെയ് ഇൻടേക്കിലേക്ക് അതായത് യൂണിവേഴ്സിറ്റി ഡെഡ് ലൈൻ അവരുടെ സൈറ്റിൽ തന്നെ പറഞ്ഞേക്കുന്ന ഡെഡ് ലൈനും കൂടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചോദിച്ചോട്ടെ, ഈ ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ ലിവിംഗ് എക്സ്പെൻസ് കൗണ്ടഡ് ആണോ? അതെ, യെസ്, ലിവിംഗ് എക്സ്പെൻസും ഇതിനകത്ത് കൗണ്ടഡ് ആണ്. അതായത് ഒരു സ്ട്രൈഫൻഡ് എന്ന രീതിയിൽ യൂണിവേഴ്സിറ്റി നമുക്കൊരു ലിവിംഗ് കോസ്റ്റ്, നമ്മൾ ഇവിടെ വന്ന ശേഷം നമുക്കൊരു എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി ഒരു സ്ട്രൈഫൻഡ് എന്ന രീതിയിലേക്ക് ഒരു എമൗണ്ടും തരുന്നുണ്ടെന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ തന്നെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കവേർഡ് ആണ് എന്നുള്ള കാര്യം ഞാനിപ്പോ ആഡ് ഓൺ ചെയ്ത്. യെസ്. പിന്നെ എന്താ സംശയങ്ങളുള്ള ചോദിക്കാം. ഇപ്പൊ ഇത് ഫുള്ളി ഫണ്ടഡ് പ്രോഗ്രാംസിനെ പറ്റി പറഞ്ഞു. ഇത് അപ്പോ ഓഫ് കോഴ്സ് ഇത് വുമൺ ഫീമെയിൽ ഫാക്കൽറ്റീസിന് മാത്രമാണോ? അത് ഈ സ്കോളർഷിപ്പിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ബ്രിട്ടീഷ് കൗൺസിലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷ് കൗൺസിലിനെ കുറിച്ച് ഞാൻ ബേസിക് ആയിട്ട് ഐഡിയ പറയാം. ഇപ്പൊ ബ്രിട്ടീഷ് കൗൺസിൽ കുറെ നാളുകളായിട്ട് നാട്ടിൽ IELTSന്റെ എക്സാം ബോഡിയായിരുന്നു, എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ട് ബോഡിയായിരുന്നു. ഇപ്പം ബ്രിട്ടീഷ് കൗൺസിൽ ഇല്ല, ഇപ്പൊ IDP മാത്രമാണുള്ളത്. പക്ഷെ എന്നാൽ പോലും UK തന്നെ ബ്രിട്ടീഷ് കൗൺസിൽ വൺ ഓഫ് ദി ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫേമാണ്. പല യൂണിവേഴ്സിറ്റികളായിട്ട് അസോസിയേറ്റ് ചെയ്ത് പല കുട്ടികൾക്കും സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് അവരിപ്പം ചെയ്തേക്കുന്നത്. അവര് ഇപ്പൊ ഈ സ്കോളർഷിപ്പ് ബ്രിട്ടീഷ് കൗൺസിൽ കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് പെൺകുട്ടികൾക്ക് ആണെന്നാണ് ഇൻസ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കുന്നത്. അത് അവര് അതിന് കാരണങ്ങൾ പലതുണ്ട്. അപ്പം ഞാനിപ്പം അവര് ആ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന പെൺകുട്ടികൾക്കായതുകൊണ്ട് തന്നെ ഓഫ് കോഴ്സ് പെൺകുട്ടികളാണ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ചെയ്യേണ്ടത്. അത് പ്രത്യേകിച്ച് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ് ഈ ഫീൽഡിലുള്ള പഠിച്ചിറങ്ങിയ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് ഈ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടി ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓക്കെ, ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കൊവൻട്രി യൂണിവേഴ്സിറ്റി £5,000 സ്കോളർഷിപ്പ് അപ് ടു £5,000 വരെ ഏത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്താലും അല്ലെങ്കിൽ ഏത് പ്രോഗ്രാംസ് ചെയ്താലും ഈ ഒരു മെയിൻ ടേക്കിലുണ്ടെന്ന് പോസിബിൾ ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതെ, ഇപ്പം മെയിൻ ടേക്കിലേക്ക് ജിസ്ന റെഫർ ചെയ്തേക്കുന്ന കുട്ടികളെല്ലാം തന്നെ പ്രോസസ്സിങ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും തന്നെ ഈ ഇൻടേക്കിൽ തന്നെ സ്കോളർഷിപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ആ യൂണിവേഴ്സിറ്റി ഇൻസ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ് അപ് ടു £5,000. അപ്പം ഞാൻ പറഞ്ഞല്ലോ മിനിമം £2,000 വരെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും നമുക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി അവർ സ്കോളർഷിപ്പ് തരുന്നുണ്ട്. അത് വേരി ചെയ്യും, യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് വേരി ചെയ്യും. ഇപ്പോൾ കോവൻട്രി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നേക്കുന്നത് £5,000 വരെ മെയിൻ ടേക്കിലേക്കും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് £5,000 വരെ സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇപ്പോൾ കുട്ടികളെല്ലാം ആപ്ലിക്കേഷൻ പ്രോസസ്സ് മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്. ഇനി അതുപോലെ തന്നെ നമുക്കിപ്പം ഈ ഒരു ഫുള്ളി ഫണ്ടഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞില്ലേ, അത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് മറ്റെന്തെങ്കിലും ഉണ്ടോ? ബാച്ചിലേഴ്സ് ഓഫ് കോഴ്സ് അത് നമുക്ക് ക്വൈറ്റ് അവെയർ ആണ്. ഇപ്പോൾ അതല്ലാതെ മറ്റെന്തെങ്കിലും എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട്? അപ്പം ഞാൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒന്നാമത്തത് ആസ് യൂഷ്വൽ ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നുള്ള കാര്യമുണ്ട്. രണ്ടാമത്തത് ഈ പറഞ്ഞ ബാച്ചിലേഴ്സ് എടുത്തേക്കുന്നത് ഈ പറയുന്ന സ്റ്റെം ബേസ്ഡ് ഇതിലായിരിക്കണം, അതായിരിക്കണം. പിന്നെ ഇവർക്ക് ഏതെങ്കിലും ടൈപ്പ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണിക്കേണ്ടി വരും. ഇപ്പൊ ചിലർക്ക് നല്ല ഗ്യാപ്പ് ഒക്കെ കാണും, അവർക്ക് കൃത്യമായിട്ടും അതിനകത്ത് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് കാണിക്കേണ്ടി വരും. പിന്നെ ഈ ഒരു സ്കോളർഷിപ്പ് അത്യാവശ്യമാണെന്നുള്ള കാര്യം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് നമ്മുടെ നീഡാണ് എന്നുള്ള കാര്യം യൂണിവേഴ്സിറ്റിയെ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ 2024-25 അഡ്മിഷൻ, അതായത് ഈ ഒരു ടൈമിൽ തന്നെ എഡ്യൂക്കേഷൻ അഡ്മിഷൻ എടുക്കുന്നവരായിരിക്കണം. ആ ഒരു ടൈം ഫ്രെയിം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇയർ തന്നെ അവർ പറഞ്ഞേക്കുന്ന ടൈമിൽ തന്നെ ആ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് അവൈലബിൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ സ്കോളർഷിപ്പ് അവൈലബിലിറ്റി ഉള്ള എല്ലാ യൂണിവേഴ്സിറ്റീസും, നമുക്കിപ്പം ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസ് ആപ്ലിക്കേഷൻ കൊടുക്കാം, ഒരു യൂണിവേഴ്സിറ്റി തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ല. അപ്പം ഈ പറഞ്ഞ എല്ലാ യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസിറ്റീവായിട്ട് റിപ്ലൈ വരും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഫർദർ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈവൻ നമുക്ക് പോലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഏതെങ്കിലും കുട്ടികളൊക്കെ അങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നമ്മൾ അസിസ്റ്റ് ചെയ്യാം, സഹായിക്കാം.
പക്ഷെ എല്ലാ കുട്ടികൾക്കും 100% അഡ്മിഷൻ പ്രൊവൈഡ് കിട്ടണമെന്നില്ല. അവർക്ക് സ്കോളർഷിപ്പ് കിട്ടണമെന്നില്ല. അഡ്മിഷൻ കിട്ടും. പക്ഷേ സ്കോളർഷിപ്പ് കിട്ടുമ്പം നമുക്ക് അതിനുവേണ്ടി ട്രയൽ ചെയ്യേണ്ട സമയമാണ്. കാരണം ഇപ്പം അതിനു വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പം അത് എത്രയും പെട്ടെന്ന് ചെയ്യാന്നുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ജോബ് എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ഇത് കിട്ടാൻ സാധ്യതയില്ലാത്ത ചില കേസുകളുണ്ട്. അതിനെക്കുറിച്ച് ജസ്റ്റ് പറയാം. ഇപ്പം നിങ്ങളിപ്പം ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, നമുക്ക് ഫിനാൻഷ്യലി നല്ല ബാക്കപ്പ് ഉണ്ട് എന്ന് യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ ഇവിടെ UK ബേസ്ഡ് ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ UK നിന്നുകൊണ്ട് നമുക്ക് ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്കോളർഷിപ്പ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ നിന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇന്ത്യയിൽ നിന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഫ്രഷേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്കും പ്രീവിയസ് ആയിട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പോഷർ ഇല്ലാത്തവർക്കും ഒക്കെ കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ നമുക്ക് പ്രയോറിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ഇത് ആപ്ലിക്കേഷൻ ഇടുമ്പോൾ നമുക്ക് പേയ്മെന്റ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കിട്ടിയാ കിട്ടി, ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ഓപ്ഷൻസ് നോക്കാലോ. നമുക്ക് ഇപ്പൊ ആപ്ലിക്കേഷൻ ചെയ്യിപ്പം നാട്ടിൽ നിന്ന് ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്നത് തന്നെ അതിൽ കൂടുതൽ ആൾക്കാരാണ് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പുറത്തു പോയി പഠിക്കണം എന്നുള്ളത്. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് ഡിഗ്രി കഴിഞ്ഞ ശേഷം ജോലി കിട്ടാത്തത് കൊണ്ട്, രണ്ട് എനിക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് നോളജ് നമുക്ക് വേണമെന്നുള്ള ആൾക്ക്, മൂന്നാമത്തത് നമുക്കൊരു പാർട്ട് ടൈം ജോലി ചെയ്ത് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ, പിന്നെ വീട്ടിലെ ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് വിദേശത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ, പല കാരണങ്ങളുണ്ട്. അപ്പം +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ കഴിഞ്ഞ് കൂടുതൽ മാസ്റ്റേഴ്സ് പഠിക്കുന്നവരാണ് കൂടുതലായിട്ടും ആ ഒരു കോഴ്സ് പോയി പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ. അപ്പൊ അതുകൊണ്ട് അവർക്ക് തന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് വളരെ നല്ലൊരു കാര്യമാണ്. യെസ്. സോ എനിക്ക് തോന്നുന്നു ഡൗട്ട്സ് എല്ലാം ഓൾമോസ്റ്റ് ക്ലിയർ ആയി. സോ എനിവൺ ക്യാൻ അപ്ലൈ ഫോർ ദിസ്. അത് നമ്മളൊരു ഫീമെയിൽ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും, നിങ്ങൾക്കൊരു ബാച്ചിലർ കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അത് 2024-25 ഇൻടേക്കിലേക്ക് ഈ ഒരു സയൻസോ അല്ലെങ്കിൽ ടെക്നോളജിയോ എഞ്ചിനീയറിങ്ങോ മാത്തമാറ്റിക്സോ ഈ ഒരു സ്ട്രീമിൽ ഏതെങ്കിലും നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും ഗോൾഡൻ ചാൻസ് ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാം. ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനകത്ത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഡെഡ് ലൈൻ ഡേറ്റ് കൂടെ ഞാനൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകാം. അപ്പം കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആണ് ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയൊക്കെ നിങ്ങൾക്ക് പേഴ്സണലി സെർച്ച് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി കോവൻട്രി യൂണിവേഴ്സിറ്റി, PGS ഞാൻ പറഞ്ഞായിരുന്നു 5000 സ്കോളർഷിപ്പ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി തന്നെ. പക്ഷേ അതേ യൂണിവേഴ്സിറ്റിയിൽ ഈ 31 മാർച്ച് 2024 ഫുള്ളി ഫണ്ടഡ് ആയിട്ട് തന്നെ ഈ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് അവൈലബിൾ ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കോവൻട്രി യൂണിവേഴ്സിറ്റി. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൺ 30-ാം തീയതി, ഈ April 30 ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഡേറ്റ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഉള്ളത് ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റി April 8 ഡേറ്റ് പറഞ്ഞേക്കുന്നത് ഈ വർഷം തന്നെ. പിന്നെ ക്യൂൻ മേരി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ April 30. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസിന്റെ ഡെഡ് ലൈൻ എല്ലാം ഈ ഒരു April May ടൈമിൽ തന്നെയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവർ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച്, ആ യൂണിവേഴ്സിറ്റിയിലും ഇതേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇത് ഇപ്പൊ ഇങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പം താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയോ, കമന്റ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതിയോ. വീഡിയോയ്ക്ക് ഇപ്പം നമ്പർ കൊടുക്കുന്നില്ലേ? അപ്പൊ നമ്പറിൽ വിളിച്ചാൽ മതിയോ, കൃത്യമായിട്ട് ഗൈഡൻസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഉള്ള ഒരു കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു യൂണിവേഴ്സിറ്റി അല്ല, മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ് കുറച്ച് ബോറിംഗ് പരിപാടിയാണ്. കാരണം ഇതിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണം, ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് എത്താനുള്ള സമയത്തിനുള്ളിൽ എത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് തക്കതായ രീതിയിലുള്ള പ്രോപ്പർ കൺസൾട്ടൻസിയിലൂടെ തന്നെ പ്രോപ്പർ ചാനലിലൂടെ ഒക്കെ പോകണം. പിന്നെ അഡീഷണൽ റിക്വയർമെന്റ് ആയിട്ട് വെബ്സൈറ്റിൽ തന്നെ യൂണിവേഴ്സിറ്റി തന്നെ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഞാനിത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഡോക്യുമെന്റ്സിനെ കുറിച്ച് ഫർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, വിളിച്ചാൽ മതിയാവും. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽസും ഈ ഡെഡ് ലൈനുള്ളിൽ തന്നെ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സുകളെല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇത് 100% നിങ്ങൾക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ എനി മോർ ക്വസ്റ്റ്യൻസ്? താങ്ക് യു സോ മച്ച്. ആക്ച്വലി വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ളി ഫണ്ടഡ് പ്രോഗ്രാംസിനെ പറ്റി നമുക്ക് ആർക്കും ഒരുപാട് നോളജ് ഇല്ല. ഈവൻ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിലും നമുക്കതിന് ഫർദർ ആയിട്ടുള്ള റൂട്ട് നമുക്ക് കിട്ടാറില്ല. സോ താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോയിൽ വന്നതിനും ഇത്രയും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തതിനും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓക്കെ
ഫണ്ടഡ് പ്രോഗ്രാംസിനെ പറ്റിയോ അല്ലെങ്കിൽ സ്കോളർഷിപ്സിനെ പറ്റിയോ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ എപ്പോഴും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതിയാവും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നേരിട്ട് വിളിക്കുക തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമ്മളിപ്പോൾ കമന്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പം വെർച്വൽ പ്ലാറ്റ്ഫോം അല്ലേ, നമുക്ക് കോൺഫറൻസ് കോളിലൂടെയും നേരിട്ട് വിളിച്ചാൽ പോലും അവൈലബിൾ ആവുന്നുള്ളത് തന്നെ. പെട്ടെന്ന് നമ്പർ സേവ് ചെയ്തിട്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി തന്നെ വിളിക്കാൻ തന്നെ ഞാൻ പറയും. ഇപ്പോൾ കമന്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട, ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഇപ്പോൾ ഇവിടെ വന്ന ശേഷം നമുക്ക് നേരിട്ട് കാണാം, കണ്ട് സംസാരിക്കാനൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഒരുക്കി തരാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. Thank you. Bye bye.